ബി.ജെ.പിയെ പഴിചാരി എസ്.ഡി.പി.ഐ വോട്ടുകളെ സ്വാഗതം ചെയ്ത് സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എസ്.ഡി.പി.ഐയുടെ വോട്ട് വേണമോ എന്നുള്ള ചോദ്യത്തിന് എല്ലാവരുടെയും വോട്ട് വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എസ്.ഡി.പി.ഐ വർഗീയ പാർട്ടി അല്ലേ എന്നുള്ള ചോദ്യത്തിനും സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ഉരുണ്ടുകളിക്കുന്ന സ്ഥിതിയാണുണ്ടായത്. കൊല്ലം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വോട്ടും വാക്കും എന്ന സംവാദ പരിപാടിയിലാണ് സി.പി.ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മുൻപ് മതവർഗീയ ശക്തികളുടെ വോട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞ സി.പി.ഐ ഇന്ന് എസ്.ഡി.പി.ഐ വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു എന്ന ചോദ്യത്തിന് ബിനോയ് വിശ്വം ഉരുണ്ടുകളിച്ചു. എസ്.ഡി.പി.ഐ വോട്ടുകൾ വേണോ എന്നതിന് എല്ലാവരുടെയും വോട്ടുകൾ വേണമെന്നായിരുന്നു മറുപടി. ഞങ്ങൾക്ക് എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം. ഞങ്ങൾ പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം വേണം വേണം. ബി.ജെ.പിയെ പഴിചാരിയാണ് ബിനോയ് വിശ്വം എസ്.ഡി.പി.ഐ വോട്ടുകളെ സ്വാഗതം ചെയ്തത്. തങ്ങളുടെ മുഖ്യ ശത്രു ബി.ജെ.പിയാണെന്നും ബി.ജെ.പിയെ എതിർക്കുന്നവരെ തങ്ങൾ ചേർത്ത് നിർത്തുമെന്നും സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ഞങ്ങൾക്കും അവർക്കും കാഴ്ചപ്പാട് വേറെ വേറെയാണ് ആശയപരമായിട്ട്. പക്ഷേ അതിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ ബി.ജെ.പിക്ക് ഗുണകരമായതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ നിങ്ങൾ പറയും പോലെ അത് പറ്റില്ല, ബി.ജെ.പി സഹായിച്ച് തീരുവെന്ന് ഞങ്ങൾ പറയാൻ നോക്കണ്ട. നേമത്തുൾപ്പെടെ എൽ.ഡി.എഫ് പിന്തുണ തേടിയെന്ന എസ്.ഡി.പി.ഐ നേതാക്കളുടെ പ്രതികരണം സി.പി.എമ്മിനെ കുരുക്കിലാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സി.പി.ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ഉരുണ്ടുകളി. മതവർഗീയ ഭീകര സംഘടനയായ എസ്.ഡി.പി.ഐയുടെ പിന്തുണ തള്ളിക്കളയാൻ മുന്നണിയിലെ നേതാക്കൾ തയ്യാറായിട്ടില്ല. കേരളത്തിലെ എൻ.ഡി.എ വിജയിക്കും എന്നുറപ്പുള്ള സീറ്റുകളിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് എൽ.ഡി.എഫും എസ്.ഡി.പി.ഐയും തമ്മിലുള്ളതെന്ന ആക്ഷേപം ശക്തമാണ്. ജനം, കൊല്ലം.